എന്നോട് ക്ഷമിക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീജ ചന്ദ്രൻ. ഞാൻ SVGP ഹൈസ്കൂൾ കീഴൂരിലെ മിസ്ട്രസ്സാണ്. വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവിടെ 1982-83 SLC ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ഈ വരുന്ന 13-ാം തീയതി ശനിയാഴ്ച നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുവാനായിട്ട് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച സംഘാടകർക്ക് ആദ്യം തന്നെ നന്ദി പറയട്ടെ. ഹൃദയത്തെ നനവുള്ളതാക്കുന്ന, മനസ്സിനെ തെല്ല് അമ്പരപ്പിക്കുന്ന, ആനന്ദം കൊള്ളിക്കുന്ന ഓർമ്മകൾ ചിരിക്കാനും അതേസമയം കണ്ണുകൾ നനയിക്കാനും സാധിക്കുന്നു. ഒരു കാലത്ത് ഒപ്പമുണ്ടായിരുന്ന സൗഹൃദങ്ങളെ പൊടിതട്ടി ഉണർത്തുന്ന ഒരു സംഗമമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം. നമ്മളുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇവിടെ പഴയ സൗഹൃദങ്ങളിലേക്കുള്ള ഒരു കാൽവെപ്പ്, നമ്മൾ ചെറുപ്പമാകുന്ന ഒരവസ്ഥ, ഓർമ്മകളുടെ ഉത്സവമായി മാറട്ടെ ഈ ദിവസം. അതുപോലെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അകലെയാണെങ്കിലും അടുത്തിരുന്ന് എല്ലാ കൂട്ടുകാർക്കും ഒത്തുകൂടലിന്റെ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു. കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഗെറ്റ് ടുഗെദറിന് എത്തിച്ചേർന്നല്ലോ അല്ലേ? പഴയ സ്കൂളും പഴയ ക്ലാസ് റൂമും പഴയ ഓർമ്മകളും ഒക്കെ എല്ലാവരും പങ്കിടുന്നു. ചില ജീവിത സാഹചര്യങ്ങൾ കാരണം എത്തിപ്പെടാൻ പറ്റിയില്ല. ഒത്തിരി ദുഃഖമുണ്ട്. ശരിക്കും ഈ ഒരു മൊമെന്റ് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനു വേണ്ട എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും, അണിയറ പ്രവർത്തകർക്കും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവരും ചേർന്ന് നല്ല രീതിയിൽ ആഘോഷിക്കൂ. പ്രിയ കൂട്ടുകാരെ, 42 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടുന്ന നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, അറിയാനുണ്ട്, കാണാനുണ്ട്. പക്ഷെ എന്നിരുന്നാലും കൃത്യ സമയത്ത് തന്നെ പ്രോഗ്രാം ആരംഭിക്കേണ്ടതുണ്ട്. കാര്യപരിപാടിയിലെ ആദ്യത്തെ ഇനം ഈശ്വര പ്രാർത്ഥന. നമ്മുടെ ഗ്രൂപ്പിന്റെ ഔദ്യോഗിക പ്രാർത്ഥന ആരംഭിക്കുന്നതിനായി ജീവകുമാർ സിയാറിനെ വൈകിയും ക്ഷണിക്കുന്നു.
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏതാണ്ട് 45 വർഷങ്ങൾ മുമ്പ് ഈ കാലഘട്ടത്തിൽ പുറത്തുപോയവരാണ്. എന്നാൽ വീണ്ടും 45 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഈ അവസരത്തിൽ നമുക്ക് പഴയ പോലെ സന്തോഷിക്കുവാൻ എല്ലാവരെയും കൂടെ കാണാൻ സാധിക്കുന്നതിന് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ നിന്ന് കാണുമ്പോൾ ആ കാര്യം മനസ്സിലാവുന്ന ജിജ്ഞാസുണ്ടായാലും നമ്മൾ ഇവിടെ കണ്ടപ്പോൾ പോയില്ല. അങ്ങനെയിരിക്കുകയാണ് കോഴിനെ യാദൃശ്യമായ ടൗണിൽ ചേർന്നത്. കോഴിനോട് നമ്മളെ 10ാം ക്ലാസ്സിലെ യോഗ്യതയെക്കുറിച്ച് കോഴിനെ കാര്യം ആദരിച്ചു. അപ്പോൾ കോഴ് പറഞ്ഞു, ഞാൻ പറഞ്ഞതിന് മുമ്പ് രാജേശ്വരി ഇക്കാര്യം കോഴിനോട് പറഞ്ഞിരുന്നു. ഇതെല്ലാം പെട്ടെന്നായിരുന്നു. 2 മാസത്തിനുള്ളിൽ ഗ്രൂപ്പ് ഫോം ചെയ്തു. ഇതിലൂടെ തന്നെ നമ്മുടെ നിന്നും വേറെ നമ്മുടെ അധ്യാപകരെയും കൂട്ടുകാരെയും മാത്രമേ ഞാൻ എൻ്റെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ലീഡ് ചെയ്യുന്ന അധ്യാപകരെങ്കിലും അവരെ അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ അവരെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സ്കൂളിനെ എൻ്റെ വ്യക്തികളുടെ പേരിലും എല്ലാവരുടെയും പേരിലും സ്വാഗതം ചെയ്യുന്നു. ഈ സ്റ്റേജിൽ ഘോഷയായിരുന്ന രാജേശ്വരി രാജലക്ഷ്മി ഇവരെയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഉദ്ഘാടനം. ഇത് നമ്മുടെ മാത്രം ചടങ്ങാണ്, നമ്മൾ മാത്രമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതും ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസ് ആണ്. ഒപ്പം എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് കഴിയുകയാണ്. അടുത്തതായി മൺമറഞ്ഞ അധ്യാപകരെയും നമുക്ക് മുന്നേ പറഞ്ഞില്ല നമ്മുടെ സതീർത്ഥയെയും അനുസ്മരിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ ഗ്രൂപ്പിൻ്റെ നായകൻ തലൈവർ ഓൺ കെ ക്ഷണിച്ചു. റീയൂണിയൻ കമ്മിറ്റി പ്രസിഡന്റാണ് അഡ്മിൻ ഹൈദരാബാദ്. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, 42 വർഷം എന്ന് പറയുന്നത് അത്ര ചെറിയ കാലമൊന്നുമല്ല. നമ്മളിപ്പോൾ എല്ലാവരും സന്തോഷത്തിൻ്റെ കുടുംബിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ അഡ്മിൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 5 മിനിറ്റുകളിൽ അധ്യക്ഷ പ്രസംഗവും അതുപോലെ അനുസ്മരണവും പറഞ്ഞ് സ്റ്റേജ് കാലിയാക്കാനാണ്. അപ്പോൾ നമ്മളെല്ലാം പഠിപ്പിച്ച അധ്യാപകരെ കുറേ ആളുകൾ ഇന്ന് നമ്മളൊപ്പം ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു സന്തോഷവേള അനുഭവിക്കാൻ പറ്റാതെ മറന്നു പോയ നമ്മുടെ കുറേ സുഹൃത്തുക്കളും ഉണ്ട്. അവരെയൊക്കെ ആദ്യം ഓർക്കുക എന്നുള്ളതാണ്. നമ്മുടെ അധ്യാപകർ നമ്മൾ ഇവിടെ 8ാം ക്ലാസ്സിൽ കയറിയപ്പോൾ നമ്മുടെ എച്ച്.എം. കുര്യൻ സാറായിരുന്നു. അതുപോലെ അന്ന് അച്ഛൻ സാറുണ്ടായിരുന്നു, മേനൻ സാറുണ്ടായിരുന്നു, കൈമൽ സാറുണ്ടായിരുന്നു, മാസ്റ്ററുള്ള സാറ്, ഗോപി സാറ്, ഗീതാനന്ദ സാറ്, ഇന്നലെക്കുട്ടി അമ്മ, സുഷ്മ കുമാരി അമ്മ, ശാരദാദേവി ടീച്ചർ, അതുപോലെ ആനന്ദവല്ലി ടീച്ചർ. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ പഠിച്ച് മരിച്ചുപോയ കുറേ ആളുകളുണ്ട്. 7 പേരുണ്ട്. അതായത് നമ്മുടെ ഈ ഗ്രൂപ്പ് ആരംഭിക്കുന്ന സമയത്ത് അന്ന് ആ സെയിം വീട്ടിൽ നമ്മുടെ ഗൗവർ വീട്ടിൽ മരിക്കുകയാണ്. അന്ന് ഗ്രൂപ്പിൽ 6-7 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ളത് ആദരാഞ്ജലിയിലായിരുന്നു. ഗോകുമാർ വീട്ടിലുള്ള ആദരാഞ്ജലിയിലായിരുന്നു. അപ്പോൾ ഈ അനുസ്മരണം ആദ്യമേ നടത്തുന്നത് തീർത്തും അവസരമാണ് എന്ന് തോന്നി പോകുന്നു. അവരുടെ പേരും കൂടെ ഞാൻ ഇപ്പോൾ വായിക്കും.
10A ഗീത, ലാത്തി, മിനിമോള്, ദാരിദ്ര്യ പ്രസാദ്, അതുപോലെ രമേശ്, ഇവരെല്ലാം ഓർത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് എഴുതി തരുന്ന മൗനമായിട്ട് അവരുടെ ഓർമ്മകൾ കൈവരണം. ഞാൻ എൻ്റെ ഡിഗ്രി ബാച്ചിൻ്റെ റീയൂണിയൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി ഔദ്യോഗികമായിട്ട് നമ്മുടെ അച്ഛനെ കോട്ടയത്ത് സിദ്ധക്ക അമ്പലത്തിനെ വിടുവിച്ചു വന്നു. അപ്പോൾ ഞാൻ അവിടെയാണ് ഇതിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടായത്. ഇതിന് തുടക്കം തുടങ്ങാനായിട്ടൊരു തീരുമാനം ഉണ്ടായത്. പിന്നെ ഒരു വർഷം കഴിഞ്ഞാണ് ഈ ഗ്രൂപ്പിലേക്ക് കടന്നു പോകുന്നത്. ഇപ്പോൾ 112 ആളുകൾ നമ്മളെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ അവസാനം ഇതിന്റെ ക്ലാസിഫിക്കേഷന് വേണ്ടി നമ്മുടെ സ്കൂളിൽ വന്ന് സ്കൂളിൽ നമ്മുടെ രജിസ്റ്റർ മൊത്തം ശേഖരിച്ചു. നമ്മൾ 112 പേര് വാട്സാപ്പ് ഉള്ള ആൾക്കാർ ഇല്ലാത്തവരുമായ 112 പേരെ നമ്മൾ കണ്ടെത്തി. അതൊരു ചെറിയ കാര്യമേ അല്ല. അതിന് ഓരോരുത്തരും ഇടപെട്ടതും സഹകരിച്ചതും വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. അപ്പോൾ ഞാൻ ഇത്രയും കാര്യമായി പറയുന്നുള്ളൂ. കാരണം സമയം പരിധിയുണ്ട്. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി തീർക്കണം. എല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. കടന്നു വന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ സന്തോഷം നമ്മുടെ ഒരാളുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരും സന്തോഷമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്തതായി റിപ്പോർട്ട് അവതരണം എന്നെ ഞാൻ തന്നെ ക്ഷണിക്കാം. അപ്പോൾ SPGP HSPU 1983 ബാച്ച് പ്രഥമ റീയൂണിയൻ അംഗങ്ങൾക്ക് മുമ്പാകെ റീയൂണിയൻ സെക്രട്ടറി രാജശ്രീ സമർപ്പിക്കുന്ന ഗ്രൂപ്പിന്റെ പ്രവർത്തനം. മാസങ്ങൾക്ക് മുന്നേ ക്ഷേത്ര മൈതാനത്ത് കണ്ടുമുട്ടിയ പഴയ സഹപാഠികളുടെ സംസാരത്തിനിടയിൽ ഉരുത്തിരിഞ്ഞ ആശയം പഴയ സഹപാഠികളുടെ ഒരു കൂട്ടായ്മ അത് ഈ കഴിഞ്ഞ മെയ് 4-ന് ഒരു യാഥാർത്ഥ്യമായി മാറിയത് സ്വപ്നം പോലെ കൂടുന്നു. ഓൾ ടിവി ആരംഭിച്ച ഈ ഗ്രൂപ്പിൽ അഗ്നിനാരായണ സ്നേഹപൂർവ്വമായ പുസ്തകത്തിന് വഴങ്ങി കുറച്ചു നാളത്തേക്ക് എന്ന ഉപാധിയോടെ ഞാനും സഹ അഗ്നിമാരായി സിനിമോൻ എൻ്റെയും രാജലക്ഷ്മിയാണ് ഒപ്പം ചെയ്യുകയുണ്ടായി. 3 പേരിൽ ആരംഭിച്ച ഈ ഗ്രൂപ്പ് 3 മാസങ്ങൾ പിന്നിടുമ്പോൾ 98 വാട്സപ്പ് അംഗങ്ങളും 17 കോൺടാക്ട് അംഗങ്ങളുമായി 15 പേരുള്ള ഒരു ലക്ഷ്യമായി മാറി. ഓരോ ക്ലാസ്സിലും മിനിമം 40 പേരെങ്കിലും എന്ന ഉത്തരത്തിനപ്പുറം അഡ്മിൻ ഓൾ ടിവിയും ജീവകുമാറും ചേർന്ന് സ്കൂളിൽ വന്ന് ലിസ്റ്റ് എടുത്തപ്പോൾ ഓരോ ക്ലാസ്സിലും യഥാക്രമം 46, 47, 46 കുട്ടികൾക്ക് 139 എന്ന നമ്പറിലേക്ക് എഴുതുകയും ചെയ്തു. അതിനാൽ ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത 7 പേരെ കുറിച്ചാൽ 138 പേരെ കണ്ടെത്തുക എന്ന ശ്രമകരമായ ദൗത്യം അഡ്മിൻസിൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല സാധിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളും അതിനായി എങ്കിലും ചില പേരുകൾ പ്രത്യേകം സ്നേഹിക്കാതിരിക്കാനാണ്. ജീവകുമാർ, ഗോപകുമാർ, പ്രസിഡന്റ്, ശൈലജ, ശ്രീദേവി തുടങ്ങിയവരുടെ ഗ്രൂപ്പിലെ ചർച്ചകളിലാണ് കൂടുതൽ പേര് തുടങ്ങിയത്. ഗോപബാബു, ജയശ്രീ, ജയശ്രീ, കൽസമ അങ്ങനെ പേരുകൾ തുടങ്ങിയത്. ഒരു മാസം കൊണ്ട് 40 പേരും 2-ാം മാസം 70, 75, 2.5 മാസത്തിനുള്ളിൽ 100 പേരെ നമുക്ക് എഴുതുവാനായിരുന്നു. ക്ലാസ് ബേസ് ലിസ്റ്റ് ആളുകളെ കണ്ടെത്താൻ ആരോഗ്യകരമായ മത്സരങ്ങളാണ്. 10A ക്ലാസ് ലിസ്റ്റ് ആദ്യം പൂർത്തീകരിച്ചതിന് പിന്നിൽ അഡ്മിനോടൊപ്പം ശൈലജയുടെ ഗോപകുമാറിൻ്റെയൊക്കെ പ്രത്യേക സഹകരണമുണ്ടായി. അഡ്മിന്മാരുടെ പ്രവർത്തനത്തിനൊപ്പം തന്നെ നിന്നുകൊണ്ട് ഗ്രൂപ്പംഗങ്ങളെല്ലാം ശ്രമിച്ചതുകൊണ്ടാണ് നമുക്ക് ഇത് സാധ്യമായത്. അപ്പോൾ ആകെ ഉള്ള അംഗങ്ങളിൽ കുറച്ച് പേര് മാത്രം, ഇന്ന് 115 പേരെ നമുക്ക് കൂടെ ഉള്ളൂ. അതിൽ വളരെ കുറച്ച് പേര് മാത്രം ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമില്ലാതെ പുറത്തുണ്ട് എന്ന് കുറച്ച് പേരെ കണ്ടെത്താൻ ബാക്കിയുണ്ട്. അങ്ങനെ ഇത്രയും പേരെ നമ്മൾ കണ്ടെത്തി ഈ ഒരു ഗ്രൂപ്പ് ഇത്ര പെട്ടെന്ന് 3 മാസം കൊണ്ട് ഇതൊരു വലിയ സംഗതിയാക്കി മാറ്റുന്ന എല്ലാ അംഗങ്ങളും അഡ്മിൻസിനോട് ചേർന്ന് പ്രവർത്തിക്കും. എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തും. അടുത്തതായി ഗ്രൂപ്പിൽ ആളുകളെ കണ്ടെത്തുവാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്കൊപ്പം നമ്മെ പഠിപ്പിച്ചവരിൽ ഇപ്പോൾ നമ്മോടൊപ്പമില്ലാത്ത അധ്യാപകരെ പലരുടെയും ഫോട്ടോകളാണ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ന് നമ്മോടൊപ്പമുള്ള അധ്യാപകരും അങ്ങനെ നമുക്ക് ഫോട്ടോയിൽ കൂടിയെങ്കിലും അവരെല്ലാം കാണുവാൻ സാധിച്ചു. നമ്മുടെ ഈ റീയൂണിയന് അവരെ ഇന്നുള്ളവരെ കൊണ്ടുവരാൻ സാധിക്കാത്തത് പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. എങ്കിലും റീയൂണിയന് ശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അവരിലേക്ക് സന്ദർശിച്ച് അനുഗ്രഹം പാടുക. അപ്പോൾ എല്ലാ അധ്യാപകർക്കും അവരുടെ ഓർമ്മയ്ക്കും സാന്നിധ്യത്തിനും ഒക്കെ
മുന്നിൽ സാഷ്ടാംഗ പ്രണാമം. ഗ്രൂപ്പ് ഫോം ചെയ്ത് അധികം താമസിയാതെ തന്നെ ഗ്രൂപ്പിന് ഒരു നിയമാവലി ആവശ്യമാണ് എന്ന ചിന്ത അഡ്മിന്മാരിൽ ഉടലെടുക്കുകയും അതിനുള്ള ആലോചനകൾ തുടങ്ങുകയും ചെയ്തിരുന്നു. നമുക്ക് ചുറ്റിനും നാമും അംഗങ്ങളായിട്ടുള്ള പല ഗ്രൂപ്പുകളിലും ഉണ്ടാകാവുന്ന അസ്വാരസ്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിന് ഉണ്ടാകാതിരിക്കുവാൻ മുൻകരുതലായി രൂപപ്പെടുത്തിയ നിയമാവലി ഗ്രൂപ്പിൽ ഇതിനോടകം പല പ്രാവശ്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ മാസം തോറും നടത്തുന്ന റിവ്യൂ മീറ്റിംഗിലും പറഞ്ഞിട്ടുണ്ട്. സമയമെടുക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ നിയമാവലി, അതിലെ നിയമങ്ങൾ നമുക്കെല്ലാവർക്കും ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി അംഗങ്ങൾ ഭൂരിഭാഗം പേരും അതിനോട് സഹകരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ട് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അടുത്തതായി ഗ്രൂപ്പിനെ സജീവമാക്കി നിലനിർത്തുവാൻ ആരംഭിച്ച പരിപാടികളെ പറ്റിയാണ്. ആദ്യമായി എല്ലാ മാസവും 5-ാം തീയതിയോടെ നമ്മൾ റിവ്യൂ മീറ്റിംഗ് നടത്തും. ഇതുവരെ 3 റിവ്യൂ മീറ്റിങ്ങുകളാണ് നടന്നിട്ടുള്ളത്. പക്ഷേ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ് എന്നത് കേട്ടുപറഞ്ഞിരുന്ന ഖേദകരമായ വസ്തുതയാണ്. അംഗങ്ങളുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഓരോ മീറ്റിങ്ങിലും പാട്ടുകൾ, കവിതകൾ, അങ്ങനെ വളരെ ആനന്ദകരമായ പരിപാടികൾ നാം നടത്തുന്നുണ്ട്. കൂടാതെ ജൂൺ മാസം അവസാനത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പൊതുവിജ്ഞാനം, കടങ്കഥ, പഴഞ്ചൊല്ല്, കേട്ടൻ ഗണിതം എന്നീ മത്സരങ്ങൾ നടന്നുവരുന്നു. ഗ്രൂപ്പിലെ മൊത്തം അംഗങ്ങളെയും മനസ്സിലാക്കുവാനും പരിചയപ്പെടുത്തുവാനും ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഓരോ ദിവസവും അംഗങ്ങളെ ഉൾപ്പെടുത്തി പരിപാടികൾ വിജയകരമായി ഓൺലൈനിൽ നടത്തിയിരുന്നു. വീണ്ടും ഓഗസ്റ്റ് 27 തുടങ്ങി 9 ദിവസം മൊത്തം അംഗങ്ങളെ 9 ഗ്രൂപ്പുകളായി തിരിച്ച് വളരെ മനോഹരമായ ഓണാഘോഷം ഓൺലൈനിൽ നടത്തുകയുണ്ടായി. അങ്ങനെ ഇന്ന് സെപ്റ്റംബർ 13 റീയൂണിയൻ വരെ എത്തി നിൽക്കുന്നു നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രോഗ്രാം. ഗ്രൂപ്പ് ആരംഭിച്ച് അധികം താമസിയാതെ തന്നെ അംഗങ്ങളിൽ ചിലരൊക്കെ ആവശ്യപ്പെട്ടിരുന്ന റീയൂണിയൻ എങ്കിലും 1-2 അംഗങ്ങളെങ്കിലും ജയിച്ചതിന് ശേഷം മതി എന്നൊരു ചിന്തയായിരുന്നു ആത്മവിശ്വാസം. ഏകദേശം 2 മാസത്തോടെ 2.5 മാസത്തോടെ നാം ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്ന് കണ്ടപ്പോൾ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ റിവ്യൂ മീറ്റിംഗിൽ നാം റീയൂണിയനെ പറ്റി അംഗങ്ങളുടെ അഭിപ്രായം ആരായിട്ടില്ല. എന്നാൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ് എന്നതുപോലെ തന്നെ അഭിപ്രായങ്ങളും കുറവായി. എന്നിരുന്നാലും 1-ാം റിവ്യൂ മീറ്റിംഗിൽ ഓണത്തിനോടനുബന്ധിച്ച് റീയൂണിയൻ എന്ന ആശയത്തിൻ്റെ മുൻകരുത്തിൽ മുന്നോട്ട് പോവുകയും ഇന്ന് ഈ ദിവസം അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അതിനായി 12 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടുത്തുകയും നാളെ വരെ 7 മീറ്റിംഗുകൾ നടത്തുകയും അഭിപ്രായ സമന്വയത്തിലൂടെ കാര്യങ്ങൾ ഭംഗിയായി ഇതുവരെ എത്തിക്കുകയുമുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ പ്രിയ കൂട്ടുകാരി സുജാത സുഖമില്ലാതിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ അഡ്മീസ് ഭവന സന്ദർശനം നടത്തുകയും വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളെ പറ്റി ആലോചിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഗ്രൂപ്പിലെ അംഗങ്ങളായ രാജ്കുമാറിൻ്റെ സഹോദരി, അതുപോലെ തന്നെ സുമയുടെ അമ്മ, സുമയുടെ സഹോദരൻ, ഇവരൊക്കെ അന്തരിച്ചപ്പോൾ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ നമ്മുടെ ഗ്രൂപ്പിലെ അംഗമായ റെജിമോ റീസെൻ്റ്ലി കുറച്ച് അസുഖസംബന്ധമായ രീതിയിലാണ്. അപ്പോൾ ആ വിഷമാവസ്ഥയിലും അഡ്മിൻ ഭവനം സന്ദർശിച്ച് നമ്മുടെ സ്നേഹം അറിയിക്കുകയുണ്ടായി. അങ്ങനെ 3 മാസം എന്ന ചുരുങ്ങിയ കാലയളവിൽ ഗ്രൂപ്പിന് സജീവമാക്കി നിർത്തുവാൻ തങ്ങളാലാവുമെന്ന് ശ്രമിച്ച അഡ്മിൻസിൽ ഒരാളെന്ന നിലയിലും റീയൂണിയൻ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിലും തയ്യാറാക്കിയ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് അംഗങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. ഒപ്പം നിന്ന സഹ അഡ്മിന്മാരായ പോൾ പി, സിബിമോൻ എം ജെ, രാജലക്ഷ്മി ആർ എന്നിവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഒപ്പം നിങ്ങളോട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. രാജേശ്വരി പി, സെക്രട്ടറി ഫ്രം അഡ്മിൻ. അപ്പോൾ ഈ റിപ്പോർട്ട് വായിച്ചപ്പോഴേ സന്തോഷം. എങ്കിലും റിപ്പോർട്ട് വായിച്ചു, എല്ലാവരും അംഗീകരിക്കുന്നെങ്കിൽ കഴിച്ച് പാസ്സാക്കുക. നിർദ്ദേശങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം അത് ചെയ്യാം. പിന്നീട് അതുപോലെ തന്നെ ഞാൻ ഈ റിപ്പോർട്ട് മേശപ്പെട്ട് വെക്കുകയാണ്. ഞാൻ സമയപരിധിക്കുള്ള ചുരുക്കിയാണ് വായിച്ചത്. വിശദമായ കാര്യങ്ങളൊക്കെ 10 മിനിറ്റ് എടുക്കും. അങ്ങനെ ആർക്കും വേണമെങ്കിൽ റിപ്പോർട്ട് പരിശോധിക്കാം. അതുപോലെ തന്നെ പോകുന്നതിന് മുമ്പ് പങ്കെടുത്ത അംഗങ്ങൾ സൈൻ ചെയ്ത് പോകാം. അടുത്തത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രൂപ്പിനെ സജീവമാക്കുവാൻ നമ്മൾ ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിരുന്നു. ഓൺലൈൻ ആക്ടിവിറ്റീസിന് പരിമിതികളുണ്ട്. എന്നിരുന്നാലും നമ്മളെപ്പോഴും പറ്റുന്ന പോലെ നമ്മൾ ചെയ്തു. കുറച്ചുപേര്
അവർക്ക് ഞങ്ങൾ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു. അത് വെറുതെ ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ചവരെ അമ്പരിച്ചുകൊണ്ട് ഇന്ന് അവർക്കുള്ള സമ്മാനദാനം നടക്കുകയാണ്. സമ്മാനദാനം നടത്തുന്നത് സിരിമോൻ MJ ആൻഡ് രാജലക്ഷ്മി R. പേരിരിക്കുന്നവര് സ്റ്റേജിലേക്ക് വന്നാൽ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് നടത്താം. വത്സമ്മ ആദ്യത്തെ 2 പരിപാടികളിലും ഫസ്റ്റ് പ്രൈസ് വെച്ചു. ഹാറ്റി കഴിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. അപ്പോൾ വത്സമ്മ, ശ്രീദേവി, സരിലജ, ഗോപകുമാർ, പ്രസന്നൻ, ദീപകുമാർ എന്നിവർ വരിക. ഇനിയൊരു പ്രത്യേക സമ്മാനദാനമാണ് നടക്കുന്നത്. ഗ്രൂപ്പിൽ അംഗങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും സന്തോഷമാക്കുന്നതിന്റെ ഭാഗമായി ചോദ്യോത്തരങ്ങൾ ഘടകങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഔപചാരികമല്ല എങ്കിൽ പോലും നമ്മുടെ ബാബു ഒരു ചോദ്യം ഒരു ദിവസം ഇട്ടിരുന്നു. പക്ഷേ അതിന് ഉത്തരം പറഞ്ഞത് ശൈലജയാണ്. അതുകൊണ്ട് ബാബു ശൈലജയ്ക്ക് സമ്മാനം കൊടുക്കാൻ അന്ന് വാഗ്ദാനം ചെയ്തിരുന്നു, അതിന്ന് കൊടുക്കും. അടുത്തതായി ആശംസാ പ്രസംഗങ്ങളാണ്. നമ്മുടെ ഈ ഇന്നത്തെ റീയൂണിയൻ യാഥാർത്ഥ്യമാക്കുന്നത് 12 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അപ്പോൾ ആശംസാ പ്രസംഗത്തിനായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം നമ്മുടെ ഗ്രൂപ്പിലെ ആസ്ഥാന ഫോട്ടോഗ്രാഫർ ഹരി എൻ ഗണേശൻ. എല്ലാവരും നല്ല മുന്നിലായിരിക്കുന്നത് വളരെ സന്തോഷം. വളരെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നെ വളരെ ഒരു മാറ്റമില്ല. ഇവിടെ വീട്ടിൽ പോകാൻ തോന്നുന്നു. അങ്ങനെ ഒരു 5-6 മാസം മുമ്പ് യാദൃശ്ചികമായ ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പോയി. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മോള് സുസ്മേര വചനങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലായി. കാര്യം മോളെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അവിടെ കാണാറുണ്ട്. അങ്ങനെ പൊതുവായിട്ട് സംസാരിച്ചു. അപ്പോൾ എന്നോട് ഹരിപ്പനെ നമ്മുടെ കാര്യങ്ങളൊക്കെ പൊതു കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യം. അതിനുശേഷം പുള്ളി എന്നോട് ഇതുപോലെ ഒരു ഒത്തുകൂടാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഒത്തുചേരാൻ നമുക്ക് നല്ല കാര്യമാണല്ലോ. അപ്പോൾ എന്നോട് യാദൃശ്ചികമായിട്ട് തിരുനക്കര വൈകാതെ വെച്ച് നമ്മുടെ പഴയ കൂട്ടുകാരി രാജേശ്വരിയെ കണ്ടുമുട്ടി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഫോട്ടോ കഴിയാറുണ്ട്. അങ്ങനെ കൂടി കാര്യം പറഞ്ഞു. ഞാനൊക്കെ കുറേ കാര്യം നീണ്ടു പോകുന്നു. ഏതാണ്ട് ഒരു 5 മാസത്തിനുള്ളിലായില്ലേ സംഭവം. എങ്ങനെയാണെങ്കിലും ജാത പറയുന്നതിന് മുമ്പ് നമ്മൾ എല്ലാം ഒരു കുടക്കയിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ വളരെ സന്തോഷം. പിന്നെ ഈ അറേഞ്ച് ചെയ്ത നമ്മുടെ മകയുടെ മറ്റുള്ള ജീവനക്കാരെ 2 ദിവസമായിട്ട് ഇവിടെ നൽകുവാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂടെ എല്ലാം വീഡിയോ കണ്ടായിരുന്നു. എനിക്ക് നേരെ കിട്ടിയില്ല. ഞാൻ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുത്തേ. അവർക്ക് എല്ലാം കൂടെ നന്ദി ആശംസ അറിയിക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഇതുകൊണ്ട് നമ്മുടെ പരിപാടി 3 മണിക്ക് തീരുക. കാര്യം എനിക്ക് ഈ വൈകിട്ട് ഞാൻ ഇത് ട്രെയിൻ പോലെ പോകും. ആശംസാ പ്രസംഗത്തിനായി നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരു ബുദ്ധിജീവി ഉണ്ടായിരുന്ന ആ ചെവിയിലെ വെള്ളം എന്തുകൊണ്ടാണ് താഴെ പോകാത്തത് എന്നൊരു പരിഗണന നൽകിക്കൊണ്ടിരുന്ന അംബിയ മരിച്ചി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം. ഇവിടെ നമ്മുടെ ഈ മീറ്റിംഗ് ഇത്രയും ഭംഗിയായി നടത്തുവാൻ എല്ലാ വീട്ടിലും മുൻകൈയെടുത്ത് ഇത്രയും ഭംഗിയായി ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത നമ്മളെ അഡ്മിനിസ്ട്രേറ്റീവ് വിളിച്ചു. കൂടുതൽ ഇന്നലെ ഇത്രയും സജ്ജീകരണങ്ങൾ എല്ലാം ഭംഗിയായി നടത്തിയ ഓരോരുത്തർക്കും നിങ്ങളുടെ ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അവസാനമായി കൃതജ്ഞത പറയുവാനായി അഡ്മിൻ പാനലിലെ സൗമ്യമുഖം രാജലക്ഷ്മി കല്യാണി. നമസ്കാരം. ഏതായാലും എൻ്റെ ജോലി എല്ലാവർക്കും നന്ദി അറിയിക്കാനുള്ളതാണ്. വലിയ പുസ്തകം കഴിയുമെന്ന് മനസ്സിലില്ല, എങ്കിലും നമ്മളെല്ലാം കൂട്ടുകാരാണ്. ഈ 42 വർഷത്തിനിപ്പം ഇവിടെ ഇങ്ങനെ കൂടുവാനും എല്ലാവരും കാണുവാനും
ഒക്കെയുള്ള ആയുസ്സും ആരോഗ്യവും തന്ന ഈശ്വരനല്ലേ നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത്. പിന്നെ അതിനുവേണ്ടി ഈ വേദി ഒരുക്കി തന്ന നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റ്, HM ശ്രീജി ടീച്ചർ എന്നിവർക്കും ഞാൻ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ കൂട്ടായ്മ എന്ന ആശയവുമായി ആദ്യമായി മുന്നോട്ട് വന്ന, അതിനെ ഇത്രത്തോളം വളർത്തിയെടുക്കാൻ കഠിന പ്രയത്നം ചെയ്ത നമ്മുടെ അഡ്മിൻ ഹെഡ് പോളിന് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. പിന്നെ കൂടെ നമ്മുടെ സിബി എല്ലാ സപ്പോർട്ടും സഹകരണവും തന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന സിബിക്കും നന്ദി. പിന്നെ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന ജാഗ്രതയോടെ, അതേ ശ്രദ്ധയോടെ, കൃത്യവും സത്യവുമായ നിർദ്ദേശങ്ങൾ നൽകി എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരി രാജേശ്വരി. പിന്നെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങളൊപ്പം നിന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ 8 പേര്, അവർക്കും എൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് നന്ദി അറിയിക്കുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഗോപകുമാർ, ജിയകുമാർ, പ്രസന്നന, പിന്നെ സരലജ, ശ്രീദേവി, വത്സമ്മ, അംബിക, ഹരി അങ്ങനെ 8 പേര്. ഇവർക്കും ഞാൻ പ്രത്യേക നന്ദി അറിയിക്കുന്നു. പിന്നെ നന്ദി അറിയിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇങ്ങനെ പെൺകുട്ടികളൊക്കെ ദൂരിക്കുന്നു എന്നവരാണ്. ഇന്ന് ഇവിടെ സമയത്ത് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം. ലളിതമായ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത സെക്ഷൻ അംഗങ്ങളുടെ സ്വയം പരിചയപ്പെടുത്തൽ. 45 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടുന്ന പ്രായം നമ്മളിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ ധാരാളം ഉണ്ടാവും. തിരിച്ചറിയപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള തോന്നലാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് ചെയ്യുന്നത്. അതിൽ 10A, 10B, 10C ക്ലാസ്സുകളിലെ കുട്ടികളെ യഥാക്രമം 10Aയിലെ കുട്ടികളെ പ്രസന്നനും സരികതയും ചേർന്ന് പേരുവിളിയും, 10Bയിലേത് വത്സമയും ശ്രീദേവിയുമാണ് അവരുടെ ലീഡേഴ്സ്. അതുപോലെ 10Cയിലെ പേര് ജീവകുമാറാണ് വിളിക്കുക. എല്ലാവരും സഹകരിക്കുക. വളരെ കുറച്ച് സമയമെടുത്ത് പേര്, അതുപോലെ എവിടെയാണ് താമസിക്കുന്നത്, ഫാമിലിയിൽ ആരുണ്ട്, എന്ത് ചെയ്യും, ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ കുറച്ച് സമയം. കിളിക്കൂടി ഷാപ്പിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് വരും. പിന്നെ ലക്ഷ്മി റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത്, ഞങ്ങളൊരു സെൻറ്റർ, ട്യൂഷൻ സെൻ്ററാണ് നടത്തുന്നത്. വർഷങ്ങൾ പഴക്കമുള്ളൊരു സെൻ്ററായിരുന്നു. ഇപ്പോഴത് ഞങ്ങൾ ചന്ദ്രക്കവലയിലായിരുന്നു അതിൻ്റെ ആദ്യം. ഇപ്പോഴത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നടത്തുന്നത്. ഹസ്ബൻഡും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. പിന്നെ വേറെ സ്റ്റാഫുണ്ട്. അതുകൂടാതെ അദ്ദേഹം LICയിൽ വർക്ക് ചെയ്യുന്നു. ഒരു മോളേ ഉള്ളൂ, പേര് കൃഷ്ണ. MA BEd കഴിഞ്ഞു. ഇവിടെ മറ്റക്കര എഞ്ചിനീയറിംഗ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിരുന്നു. ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. കല്യാണം കഴിച്ചത് ചീപ്പങ്കൽ, കുറച്ചടുത്താണ്. മോന് ബിസിനസ് നടത്തുന്നു. കുമരകത്ത് അഡ്വഞ്ചർ ടൂറിസമൊക്കെ അവരാണ് ചെയ്യുന്നത്. പിന്നെ ഹൗസ് ബോട്ട് ബിസിനസ്, പിന്നെ ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ പേര് സുശീലൻ. നന്നായി പാടും. TV-യിലും റേഡിയോയിലും ഒക്കെ അദ്ദേഹം പാടിയിട്ടുണ്ട്. പല പ്രോഗ്രാംസിലൊക്കെ പാടുന്ന ആളാണ്. ജയമണി CV. എൻ്റെ പേര് ജയമണി എന്നാണ്. കല്യാണത്തിൻ്റെ വീട് കുമ്മനത്തിലായിരുന്നു. കല്യാണം കഴിച്ചിരിക്കുന്നത് തിരുവല്ല കുറ്റൂര്. എനിക്ക് 2 മക്കളാണ്. ഒരു മോനും ഒരു മോളും. മോളാണ് മൂത്തത്. മോൻ TCS ജോലി ചെയ്യുന്നു. മോള് വാട്ടർ അതോറിറ്റി ഓവർസിയറാണ്. ഭർത്താവ് സിവിൽ എഞ്ചിനീയറായിരുന്നു, സിക്കിമിലായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി. ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് പ്രസന്ന PM. എൻ്റെ പേര് പ്രസന്ന. ഞാൻ തിരുവാർപ്പിലാണ്. എൻ്റെ വീട് എന്നെ കെട്ടിച്ചിരിക്കുന്നത് മാന്നാനത്താണ്. ഭർത്താവും 2 മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. 2 മക്കളെ കല്യാണം കഴിച്ചു. അവർക്ക് 2 മക്കളുമായി എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കുന്നു. എൻ്റെ പേര് രാധാമണി ML. ഞാൻ തന്നെ പഠിച്ചിരുന്നു. എൻ്റെ വീട് ഇവിടെ തിരുപ്പൂരായിരുന്നു. എന്നെ കെട്ടിച്ച തിരുവല്ല. ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ കൊച്ചുപാലം താഴെയാണ്. എനിക്ക് 3 മക്കൾ. ഭർത്താവ് ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. മോളെ കെട്ടിച്ചു.
പിന്നെ 2 ആമകളുണ്ട്. അവർ മൊബൈലിൻ്റെ ഷോപ്പ് ചെയ്യുന്നു ടൗണിൽ. ഞാൻ ശ്രീ കോട്ടയത്ത് തിരുനക്കര ആണ്. കല്യാണം കഴിച്ചിരിക്കുന്നത് തിരുനക്കരയാണ്, താമസിക്കുന്നത് ന്യൂയോർക്കിലാണ്. ഭർത്താവ് അതിന് ബിസിനസ്സായിരുന്നു. ഇപ്പോൾ അത്ര ഇല്ല. പിന്നെ ഇപ്പോൾ 2 മക്കളാണ് എനിക്ക്. 2 പേരും ആൺകുട്ടികളാണ്. മൂത്തയാൾ സിവിൽ എഞ്ചിനീയറാണ്, ദുബൈയിലാണ്. രണ്ടാമത്തെ ആൾ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, എറണാകുളം ബെൻസിലാണ്. ഞാൻ ഒരു മാനേജ്മെൻറ്റ് കോളേജിൽ ഒരു 30 ഇയേഴ്സോളം പഠിപ്പിച്ചിരുന്നു. അവസാനം ലാസ്റ്റ് 5 ഇയേഴ്സ് അവിടെ വൈസ് പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്തു. ഇത്രയുമാണ്. എൻ്റെ പേര് സലീലജ. എൻ്റെ വീട് തിരുവാർപ്പിലാണ്. ഞാൻ എന്നെ വിവാഹം ചെയ്തിരിക്കുന്നത് പൈപ്പിലാണ്. എൻ്റെ ഹസ്ബൻഡ് CR വിക്രമൻ, അദ്ദേഹം സിവിൽ എഞ്ചിനീയറാണ്. എനിക്ക് 2 മക്കൾ, അഞ്ജലി, ആരതി. അഞ്ജലി ചെന്നൈയിലാണ് വിവാഹം കഴിഞ്ഞ്. അവളുടെ ഹസ്ബൻഡ് അമൽ സൗണ്ട് എഞ്ചിനീയറാണ്. ഇളയ മോള് MBA കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യും, പാലായിൽ. എൻ്റെ കർത്തവ്യം ചെന്നൈയിലെ ബോയ്സിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ വന്നിരിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തുമ്പോൾ എന്നെയാണ് പരിചയപ്പെടുത്തുക. ഞാൻ പ്രസംഗം കയറ്റി താമസിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് പരിചയം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കൊണ്ടുപോത്തു നിന്നാണ്. വൈഫിന് കോട്ടയത്തൊരു കമ്പനി ജോലിയാണ്. എനിക്ക് 2 പെൺപിള്ളേരാണ്. മൂത്തയാളെ കെട്ടിച്ചു. ഒരു 5 വയസ്സുള്ള കൊച്ചുണ്ട്. ഹസ്ബൻഡ് USA-ലാണ്. അവളെ മൂത്ത മോക്ക് കർണാടകയിലെ പോസ്റ്റ് ഓഫീസ് ജോലിയാണ്. പിന്നെ ഇളയാളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, വീട്ടിലുണ്ട്. കല്യാണം ആലോചിക്കുന്നുണ്ട്, കഴിഞ്ഞില്ല. അതാണ് എൻ്റെ ഇന്ന്. ബാബുക്കെ എന്നെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എങ്കിലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. എൻ്റെ പേര് K. ബാബു. ചെന്നൈയിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ കാഞ്ഞിരത്തിൽ താമസിക്കുന്നു. ഇത് എൻ്റെ വൈഫ് കേരളത്തിലാണ്. പേര് ശൈലജ. എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾ ഫോട്ടോഗ്രാഫിയൊക്കെയാണ് നടക്കുന്നു, ഒരാൾ റേഡിയോളജി മൈസൂർ പഠിക്കുന്നു. ഇത് ഞാൻ DCMC-ലാണ് വർക്ക് ചെയ്യുന്നത്. സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു. എൻ്റെ പേര് ഗോപൻ. ഞാനിവിടെ തിരുവാറൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചാമ്പത താമസിക്കുന്നു. എങ്കിലും കൂടായിട്ട് ആണ് എൻ്റെ സ്ഥാനം. 2 പെൺകുട്ടികളാണ്. 2 പേര്, ഒരാൾ മദ്രാസിൽ, ഒരാൾ കോയമ്പത്തൂരായിട്ട് ജോലി ചെയ്യുന്നു. സിന്ധുവാണ് ഭാര്യ, ചെങ്ങളത്തിലാണ് എൻ്റെ. ഹലോ, ഞാൻ ഹരികുമാർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും പരിചയപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് ഉരുപ്പാടായിരുന്നു. ഉദ്ദേശം ഒരു 25 വർഷം മുമ്പ് ഇവിടുന്ന് ചാടിപ്പോയി. അത് പല കാരണങ്ങളുണ്ട്. കാര്യം ജോലി വേറെ ഉണ്ട്, വൈഫിന് വേറെ ഒരു ജോലി. എൻ്റെ വൈഫ് കോപ്പറേറ്റീവ് ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഫോട്ടോഗ്രാഫറാണ്. എൻ്റെ വീട് നിങ്ങളെല്ലാം കണ്ടല്ലോ, കുറിച്ചിയിലാണ് എൻ്റെ കട. ഇത് ഏറ്റവും വലുതാണ് ഇപ്പോൾ താമസം. 2 ആൺപിള്ളേരാണ്. ഒരാൾക്ക് ജോലിയുണ്ട്, ഒരാൾ പഠിക്കുന്നു. അങ്ങനെ സന്തോഷകരമായ ജീവിതം. ഞാൻ ജോജോ. ഞാൻ തിരുവാർപ്പ് ശിവമോഹൻ്റെ സമയത്താണ് എൻ്റെ വീട്. വൈഫ് ബിന്ദു ഹൗസ് വൈഫാണ്. എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്തയാൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഞ്ഞിക്കുഴി സ്ഥാപനത്തിൽ ജോലി കയറി. ഇളയാൾ കാരത്തസിൽ പാരാമെഡിക്കൽ ചെയ്യുന്നു. ഞാൻ DCPC വർക്ക് ചെയ്യുന്നു. ഞാൻ കൃഷ്ണകുമാർ. ഞാൻ ഏരിയയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഭാര്യ ലേഖ കല്ലറ സ്വദേശിയാണ്. 31 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് 2 പെൺകുട്ടികൾ. മൂത്തയാൾക്ക് 29 വയസ്സായി. വിവാഹം കഴിച്ച ശേഷം 2 കുട്ടികളാണ് അവർക്കുള്ളത്. അവൾ ഡിഗ്രി കഴിഞ്ഞ് ഉടനെ PGDC കഴിഞ്ഞപ്പോൾ വിവാഹം നടന്നു. ഇളയാൾ അവളുടെ മൂത്താളുടെ പേര് വൃന്ദാകൃഷ്ണ, രണ്ടാമത്തെ ആൾ നന്ദാകൃഷ്ണ. രണ്ടാമത്തെ ആൾ കഴിഞ്ഞ കേരള യൂണിവേഴ്സിറ്റിയിലെ MSc PGയിൽ MSc കെമിസ്ട്രി ഡ്രഗ് ഡെവലപ്മെൻറ്റിൽ 1ാം റാങ്കായിരുന്നു. അവർക്ക് ഇപ്പോൾ വീണ്ടും പഠിക്കണം എന്നാഗ്രഹിച്ച് അവിടെ ഭാഗ്യവശാൽ കൊല്ലം അമൃതായിലെ പള്ളിക്കാടിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അടുത്ത ആഴ്ച അത് PGക്ക് വീണ്ടും ജോയിൻ ചെയ്യുന്നു. ഞാൻ ഫർണിച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. അത് ഒരു വർഷം മുമ്പ് ഇവിടെ ഇറങ്ങി സ്വന്തമായിട്ട് റേഷൻ കട പരിപാടിയായിരുന്നു കരട്ടിപ്പണിയിൽ തിരുവാതിര. അത് താൽക്കാലികമായിരുന്നു, അതിൻ്റെ കയ്യിൽ നിന്നില്ല. ശരിക്കും പറഞ്ഞാൽ അടുത്ത മേഖല അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ പേര് രോഹിദാസൻ. വൈഫ് രഞ്ജിമോൾ. മോന് ഹരികൃഷ്ണൻ UK-ലായിരുന്നു, വന്നിട്ടുണ്ട്. മോള് പ്രിയനന്ദന ഫാക്ടറി ഡിസൈൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോലി ചെയ്തു.
പിന്നെ പറയാനായിട്ട് ഞാൻ ആർമിയിലായിരുന്നു. ആർമിയിൽ വന്നു SBIയിൽ ജോലി ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ നമ്മളെ പോകണമെന്ന് വിളിക്കുന്നു. എന്നോട് ചോദിച്ചതിനകത്ത് ജോയിൻ ചെയ്യണം കയറണമെന്ന്. ആദ്യം എനിക്ക് മടിയാണ്, സമയക്കുറവും കാരണങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞു ശരി ഞാനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ വളരെ സന്തോഷം. എല്ലാവരെയും കാണാൻ പറ്റുന്നതിൽ ഇവിടെ ഒത്തിരി മുഖങ്ങൾ, പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങനെയല്ല. ബാക്കിയെല്ലാം നമുക്ക് അറിയില്ല, ഒരുപാട് കുട്ടികൾ അറിയാം. അപ്പോൾ ഈ കൂട്ടായ്മ വളരെ നന്നായിട്ട് കൂടെ എല്ലാം കേട്ടോട് ചേർക്കുന്നു. പ്രസാദത്തിലൊക്കെ എൻ്റെ വീട് എഴുതൂക്കുന്ന അമ്പലത്തിന് തൊട്ടുതാഴെ പടിഞ്ഞാറ് വർഷം. ഞാൻ വിവാഹിതനാണ്. എൻ്റെ ഭാര്യയുടെ പേര് രാഗിണി. ഒരു മോനുണ്ട് ദേവപ്രസാദ്. BCom കഴിഞ്ഞ് സാഫർ എന്നൊരു കോഴ്സും കഴിഞ്ഞ് പാസ്സായി നിൽക്കുന്നു. ജോലിയൊന്നും ആയിട്ടില്ല. ഞാൻ പോലീസായി കയറി SI ആയി പെൻഷൻ പറ്റി ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ വൈഫ് സിരി ടീച്ചറായിരുന്നു. അഡ്മിനിസ്ട്രേറ്ററായിട്ട് റിട്ടയർ ചെയ്തു. കുട്ടികൾ 2 പേര്. മൂത്ത മോളാണ്. മോളിപ്പം ടീച്ചറായിട്ട് പോകുന്നു. മോൾ ഗോപിക എന്നാണ് പേര്. മോന് ഋഷിരാജ് LLB ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നു. ഞാൻ പാലായിൽ റവന്യൂ ഡിവിഷൻ ഓഫീസറായ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റായിട്ടാണ് റിട്ടയർ ചെയ്തത്. പൊതു പരിപാടികളൊക്കെ ആയിരുന്നു. ഷിബു വലിയ ഷിബു മരണപ്പോഴേ എങ്ങനെയാണ് വിളിച്ചത്? ഷിബുമാറാണ് പറയുന്നത്. ഒരു മോനിപ്പോൾ ഒരു പോകുന്നു. മോളും ACB കൊച്ചുമോള് വേണ്ടേ? കൊച്ചുമോള് കണ്ട പിന്നെ ബോർഡിനോട് കാശിനോടൊക്കെ എന്ത് പറഞ്ഞാലും മതിയാകത്തില്ല. അത്ര കഷ്ടപ്പെട്ടു. NDയിലെ പെൺകുട്ടികളെ പരിചയപ്പെടുത്താനുള്ള ജോലിയാണ് എനിക്കുള്ളത്. അതിന് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ ശ്രീദേവി KP, തിരുവാർപ്പിലെ അമ്പലത്തിൻ്റെ സമീപത്ത് തന്നെയാണ് എൻ്റെ വീട്. കല്യാണം കഴിച്ചിരിക്കുന്നത് മാന്നാനത്താണ്. ഹസ്ബൻഡ് പോലീസിലായിരുന്നു. 3 വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. ഞാൻ ക്രിമിനൽ ജുഡീഷ്യറി ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് കോടതി വകുപ്പിൽ 27 വർഷത്തെ സർവീസിന് ശേഷം യൂണിയൻ സൂപ്രണ്ടായി 2024 മെയ് മാസം റിട്ടയർ ചെയ്തു. എനിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്തയാൾ മോളാണ്, ഐശ്വര്യ സലി എന്നാണ് പേര്. മോള് BFSC, അതായത് ഫിഷറീസ് കോളേജിൽ നിന്നും കൊച്ചിയിൽ നിന്നും BFSC ഡിഗ്രിയും മുംബൈയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ഡെവലപ്മെൻറ്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് MFSCയും പാസ്സായ ശേഷം UGC നെറ്റും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ ടെസ്റ്റ് എഴുതിയിട്ട് ഫിഷറീസ് ഓഫീസറായി പള്ളത്ത് കുമരകത്തിൻ്റെ ചാർജ് കൂടെയുണ്ട്. ആർക്കെങ്കിലും കുമരകത്ത് പോയി മത്സ്യകൃഷി നടത്തണമെന്നുണ്ടെങ്കിൽ മോൾ അവിടെയുണ്ട്. പിന്നെ മോന് അനുരാഗ്, മോൻ BComന് ശേഷം ACCA എന്നുള്ള കോഴ്സ് ചെയ്യുന്നു. ഒരു പാർട്ട് കിട്ടിയിട്ടുണ്ട്, അടുത്ത ഭാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയാണ് എൻ്റെ കുടുംബ പുസ്തകങ്ങൾ. ഉണ്ട്, എന്നാലും ചിലരുടെയൊക്കെ പേര് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഭർത്താവ് P. മോഹനൻ, പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് വിരമിച്ചു. ഒരു മോളുണ്ട് എനിക്ക്, മീര, LLB കഴിഞ്ഞു, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം. ഇത്രയൊക്കെയാണ് എൻ്റെ പേര് അംബിക. എനിക്ക് 2 പെൺമക്കളാണ്. അവർ മൂത്തത് 2 പേരും ബിടെക് കഴിഞ്ഞു. മൂത്തയാളെ ISROയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുട്ടികളുണ്ട്, അവളത് കുറച്ച് മാസത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നു. ഇളയവള് ബിടെക് കഴിഞ്ഞിട്ട് PSCയുടെ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ വിശേഷം ചങ്ങനാശ്ശേരിയിലാണ് എന്നെ പിടിച്ചിരിക്കുന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ഒരാൾ ബിടെക് കഴിഞ്ഞ് സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് പോകും, ഒരാൾ UK നേഴ്സാണ്. എൻ്റെ പേര് ജയശ്രീ. ഞാൻ പേരൂർ താമസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് LICയിൽ വർക്ക് ചെയ്യുന്നു. 2 ആൺകുട്ടികളാണ് എനിക്ക്. മൂത്തയാൾ ഇവിടെ കേരള ചിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ ഓഡിറ്ററായിട്ട് ദുബായ് വർക്ക് ചെയ്യുന്നു. പേര് ലളിതാംബിക. മക്കള് ഒരാണും ഒരു പെണ്ണുമാണ്. മൂത്ത മോളാണ്. മോളെ കെട്ടിച്ച് 2 പിള്ളേരുണ്ട്. അവളെ BCom കഴിഞ്ഞിപ്പം അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു. മോൻ്റെ പേര് അനന്തു. അവൻ കമ്പ്യൂട്ടർ സൊല്യൂഷനാണ് ജോലി. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് രാമചന്ദ്രൻ. പുള്ളി കാർപ്പൻ്ററാണ്.
ഞാൻ രാജലക്ഷ്മി ആറ്. എൻ്റെ ഹസ്ബൻഡ് രാജേഷൻ, ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, റിട്ടയർ ചെയ്തു. ഞങ്ങൾക്ക് 2 മക്കള്. മോള് മൂത്തത് നവനീത, അവൾ അമറായി പഠിച്ചു, ഇപ്പോൾ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തു. മോന് MCAക്ക് മരീൻ കോളേജ് കുട്ടിക്കാരൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് അറിയാമ ബീവി, അവാടിയിലാണ് കല്യാണം വെച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് എറണാകുളത്തെ എംപ്ലോയിയാണ്. 2 മക്കളുണ്ട്, ഒരു മോനും ഒരു മോളും. മോൻ കുടുംബമായിട്ട് സൗദിയിൽ, മോള് ദുബായിൽ. 2 പേരെയും കല്യാണം കഴിഞ്ഞു. മോനൊരു കുഞ്ഞുണ്ട്, 5 വയസ്സായി. എൻ്റെ പേര് രാജമ്മ. എനിക്ക് 2 കുട്ടികൾ. മൂത്തയാൾ മെഡാസിൽ ജോലി ചെയ്യുന്നു, ഇളയാൾ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. ഞാൻ സിനി KP. എൻ്റെ കല്യാണം കഴിച്ചിരിക്കുന്നത് കണ്ണഴ ഇടയിക്കപ്പുഴയാണ്. എൻ്റെ ഹസ്ബൻഡ് സണ്ണിയ, ഗൾഫിലായിരുന്നു. എനിക്ക് 2 മക്കൾ, അർച്ചന, അശ്വിനി. അർച്ചന വിവാഹം കഴിഞ്ഞു, അവൾക്ക് 3 വയസ്സുള്ള ഒരു മോനുണ്ട്. അവളുടെ ഹസ്ബൻഡ് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ മോൻ MBAക്ക് പഠിക്കുന്നു. എൻ്റെ പേര് അംബികാകുമാരി ടി. പിന്നെ വിവാഹം കഴിച്ചത് നട്ടാശയിൽ. ഞങ്ങൾക്ക് ബിസിനസ് ആയിരുന്നു കോട്ടയത്ത്. എനിക്ക് 2 കുട്ടികൾ, ജയകൃഷ്ണൻ, ദേവികൃഷ്ണ. മോൻ BTech ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞ് ഇപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. മോള് BTech MBA കഴിഞ്ഞ് ഇപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് അശ്വതി. എന്നെ കെട്ടിച്ചത് പഴന്തിക്കടവിലാണ്. എനിക്ക് 2 ആൺമക്കളാണ്. മൂത്തയാൾ വൈശാഖ്, ദുബായിൽ ജോലി ചെയ്യുന്നു. ഇളയാൾ വിവേക്, അവൻ പള്ളത്ത് പവർ ഹൗസിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഭർത്താവിൻ്റെ പേര് സഹദേവൻ, സാധാരണ പണിയാണ്. എൻ്റെ പേര് ശ്രീലത KR. നെല്ലൂരാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിൻ്റെ പേര് മോഹനകുമാർ. 2 ആൺകുട്ടികളാണ്. ഒരാൾ IT ബോർഡിൽ കഴിഞ്ഞിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. മറ്റേയാൾ കലാപീഠത്തിൽ പഠിച്ച് ഇപ്പോൾ മേളവും കാര്യങ്ങളുമായിട്ട് നടക്കുന്നു. ഞാൻ ആശാവർക്കറായിട്ട് വർക്ക് ചെയ്യുന്നു. ഷൈനി എനിക്ക് നല്ല എൻ്റെ പേര് എമ്മക്ക് എമ്മേന്ന് പറഞ്ഞു പോയത് എമ്മ. അതുകൊണ്ട് എനിക്ക് 2 മക്കൾ. പിന്നെ 41 വർഷമാണ് എന്നെ കെട്ടിച്ചിട്ട്. പിന്നെ കൊച്ചുമക്കൾ 3 പേരുണ്ട്. മോൻ കെട്ടിയിട്ടില്ല. മക്കളുടെ പേര് രാജ്മോൻ, രാജ്മോൾ. ഭർത്താവിൻ്റെ പേര് രാജി, കമ്പിക്കട ജോലി. എൻ്റെ പേര് സരിതി TA. ഞാൻ ആമ്പക്കുഴി താമസിക്കുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഞാൻ തനിച്ചാണ് താമസം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എനിക്ക് വോട്ട് കിട്ടിയില്ല. പിന്നെ വഴി ബ്ലോക്കായിപ്പോയി. ഞാൻ ഓട്ടോ പിടിച്ചിവിടെ എത്തുകയായിരുന്നു. എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ആലപ്പുഴ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരികയാണ്. പിന്നെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം എൻ്റെ നമസ്കാരം. പ്രിയപ്പെട്ട അഡ്മിഷന്മാർക്കും എൻ്റെ സഹപാഠികൾക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ആലപ്പുഴ കുപ്പപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് ഭർത്താവും 3 മക്കളും ഉണ്ട്. കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നു. വീട്ടമ്മയാണ്, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പിന്നെ പഞ്ചായത്തിൻ്റെ കീഴിൽ CDS ADS ഒക്കെ ആയിട്ടൊക്കെ പോകുന്നത്. ADS ചെയർപേഴ്സണാണ്. ചെറിയൊരു പൊതുപ്രവർത്തകയാണ്. ഞാനിവിടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒതുങ്ങിക്കൂടിയ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ ഭർത്താവ് ഒരു പൊതുപ്രവർത്തകനായിരുന്നു. എന്നെ പിടിച്ചിറക്കി പൊതുപ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോയി. ചെറിയ രീതിയിലൊരു രാഷ്ട്രീയ പ്രവർത്തകയും പൊതുപ്രവർത്തകയൊക്കെ ആയിട്ടാണ് പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുനില KM. എൻ്റെ വീട് കുമ്മനത്തിലായിരുന്നു. എന്നെ കെട്ടിച്ച ചെങ്ങളത്തിലാണ്. എൻ്റെ ഭർത്താവ് ഷാപ്പിലെ സപ്ലയറാണ്. എനിക്ക് 3 കുട്ടികളുണ്ട്, പെൺകുട്ടികളാണ്. മൂത്ത മോളെ കെട്ടിച്ച് അവൾ ഗ്രാഫിക് ഡിസൈനറാണ്. പിന്നെ 2ാമത്തെ മോള് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു. 3ാമത്തെ മോള് നേഴ്സിങ്ങിന് അപ്ലൈ ചെയ്ത് നിൽക്കുന്നു. എനിക്ക് ജോലി തയ്യലാണ്. ഞാൻ വത്സമ്മ. ഞാൻ പനവറ്റത്ത് കൊണ്ടുന്നടുത്ത് സ്ഥലത്ത് താമസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് തേക്കടിയിലെ ഒരു റിസോർട്ട് മാനേജറാണ്. ഒരു മോനുണ്ട്, മോൻ PG ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ കൊച്ചിക്കട്ട ഫിനാൻസിൽ കൊണ്ടുന്ന ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ജീവകുമാർ CR. 10 C ആണ് നിങ്ങളുടെ ബാച്ച്. നിങ്ങളുടെ വോയിസ് ഓൺലി ക്ലാസ്സാണ്. അപ്പം ആദ്യമായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ തിരുവാർപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്താൻ താമസം. വൈഫും 2 കുട്ടികളും. മൂത്തയാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. മോള് അവൾ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് ആദ്യമായിട്ട് ദിലീപ് കുമാർ PC.
ഈ ഒരു ദിവസത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. നമ്മൾ ഒരുപാട് ദിവസങ്ങളായി ഇന്ന് നാളെ മറ്റന്നാളൊക്കെ രീതിയിൽ മുന്നോട്ട് പോകും. എല്ലാവരെ കാണുവാനും പരസ്പരം പരിചയപ്പെടുത്തുവാനും ഈ ഒരു അവസരം നല്ലതായിട്ട് വിനിയോഗിച്ച് നമ്മുടെ പോൾ ടി വി അതിനോടനുബന്ധിച്ചുള്ള എല്ലാ ആൾക്കാർക്കും ഈ സമയത്ത് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ എൻ്റെ പേര് ദിലീപ് കുമാർ എന്നാണ്. ഞാൻ പല ഡിവിഷൻ്റെ കീഴിൽ ഓരോ സെക്ഷൻ ഓഫീസിലെ ലൈൻമാനാണ്. എൻ്റെ വൈഫ് മ്യൂസിക് ടീച്ചറാണ്. തൃപ്പൂണിത്തുറ RLB കോളേജിൽ ടീച്ചറായിട്ട് പഠിത്തം കഴിഞ്ഞ് മണർകാട് ഒരു പ്രൈവറ്റ് സ്കൂളിലെ മ്യൂസിക് അധ്യാപികയായിട്ട് ജോലി ചെയ്തു. കൂടാതെ എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്തയാൾ ദേവിക, പുള്ളിക്കാരി എക്കണോമിക്സ് PhD അടുത്ത മാസം കഴിഞ്ഞിറങ്ങുകയാണ്. രണ്ടാമത്തെ ആൾ BSc നഴ്സിംഗ് ബാംഗ്ലൂർ. എല്ലാവരും ഓണാവധിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പോയതേ ഉള്ളൂ. ക്ഷീണമൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും കാണുവാനും പരിചയപ്പെടുവാനും ഉള്ള ഈ അവസരം ഈ സമയത്ത് വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് രാജുട്ടെ. ഞാൻ വെട്ടിക്കാട്, തിരുവാറൂർ വെട്ടിക്കാട് 9,000 മുകളിൽ താമസിക്കും. എനിക്കൊരു മകനുണ്ട്, വിവാഹത്തിനായി. അവർ രണ്ടുപേരും ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യും. ഞാൻ കാർഷിക മേഖലയിലെ ഒരു കൃഷിപ്പണിക്കാരനായിട്ട്. അടുത്ത നമ്മുടെ സാധിച്ചു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും വീട്ടിൽ കാണാൻ പറ്റിയത് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ പേര് സാധിക്കുന്നതാണ്. ഞാൻ അഡ്വക്കേറ്റാണ്. ഇപ്പോൾ ടാക്സ് രംഗത്ത് ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യും. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ആലപ്പുഴ കൈനഗിരിയിൽ. അപ്പോൾ അതിൻ്റെ പേര് വൈഫിൻ്റെ പേര് ജിഷയാണ്. 3 മക്കളുണ്ട് എനിക്ക്. 3 പേര്. മൂത്തയാൾ ജോഹാൻ, അവൻ ഓസ്ട്രേലിയയിലാണ്. അവൻ അവിടെ MBA കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റി BTech ഇപ്പോൾ ഫൈനൽ കമ്പ്യൂട്ടർ സയൻസ്. മൂന്നാമത്തെ ആൾ +2 ആയിട്ടുള്ളൂ. എൻ്റെ സ്റ്റായിൽ തിരുവാതിരാണ് താമസിക്കുന്നത്. ഇപ്പം ബോധിയിലാണ് താമസിക്കുന്നത്. എൻ്റെ വൈഫിൻ്റെ പേര് രജനി. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളെ, ഒരാളെ കല്യാണം കഴിഞ്ഞു, ഒരാളെ 15. ഞാൻ കാഞ്ഞിരത്തിലായിരുന്നു താമസം. ഇപ്പോൾ കോട്ടയം കളത്തിപ്പടിയിലാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ഡെൽഫിന. 2 സ്വദേശം ബറോഡയാണ്. എനിക്ക് 2 മക്കളാണ്. മൂത്തയാൾ ജോമൽ, കാനഡയിൽ പഠിക്കാൻ പോയി, ഇപ്പോൾ ജോലിയായി. രണ്ടാമത്തെ ആൾ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. ഇത് കോഴ്സിനാണ് കൊച്ചുകാലത്ത് താമസിക്കുന്നത്. എനിക്ക് എൻ്റെ വൈഫിൻ്റെ പേര് ജെസ്സി. എനിക്ക് അടുത്ത പെൺകുട്ടികളാണ്. മൂത്തയാൾ BSc നഴ്സിംഗ് ജോലിക്ക് പോയി. എല്ലാവരും വീട്ടിൽ കഴിയുന്നു. ഞാനൊരു പ്രൈവറ്റ് സ്ഥാനം ജോലി ചെയ്തു. അതുകൂടാതെ തന്നെ പത്ര ഏജൻസി നടത്തുന്നുണ്ട്. അടുത്ത നമ്മുടെ പ്രിയങ്കരനായ പോൾ ടി പി. എൻ്റെ പേര് പോൾ ടി പി. എൻ്റെ വൈഫിൻ്റെ പേര് മിനി. ഞാൻ LIC ഏതാണ് സന്തോഷകരമായിട്ട് ജീവിക്കുന്നു. താങ്ക് യു ഓൾ. ഞാൻ ജോയിൻ ചെയ്യാറുണ്ട്. എൻ്റെ വീട് തിരുവാർപ്പല്ല. എനിക്ക് 2 പിള്ളേരാണ്. മൂത്തയാൾ MBA പാസ്സായി എറണാകുളത്ത് ജോലി ചെയ്യുന്നു. ഇളയാൾ നേഴ്സിംഗ് പാസ്സായി സൗദിയായി ജോലി ചെയ്യുന്നു. എൻ്റെ വൈഫിൻ്റെ പേര് ശോഭന. NC പഠിക്കുന്ന വിജയപ്രസാദ് എന്നെ സുമ മറ്റേ ഹരിപ്രസാദ്, മൂത്തവൻ ഇളയത് ഹരിപ്രസാദ്. മൂത്തവൻ ITT കഴിഞ്ഞിരിക്കുന്നു, ഇളവൻ ചെറിയ ജോലിയുണ്ട്. ഞാനും മരപ്പണിക്ക് പോകും, പണിയില്ല. നമസ്കാരം. എൻ്റെ പേര് സിദ്ദീഖ്. ഈ വാർഡിൽ മണപ്പറമ്പിൽ സിദ്ദീഖ്. എൻ്റെ ഭാര്യ റോസിയ ബീവി. എൻ്റെ 3 മക്കൾ. 1 സഫ്ന, 2 സുവൈൽ, 3 സാലിഹ. നമസ്കാരമുണ്ട്. എൻ്റെ പേര് പ്രദീപ്. പുത്തൻതൊട്ടിൽ തിരുവാർപ്പ്. പിന്നെ ഞാനിപ്പോൾ ഗോകുലം ഫൈനാൻസിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ വൈഫ് കാഞ്ഞിര സ്കൂളിലായിരുന്നു, ഇപ്പം ഞങ്ങൾ. പിന്നെ 2 പിള്ളേർ. ഒരാളെ കെട്ടിച്ചു, ഒരാൾ DBA ഏവിയേഷൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇതാണ് ഇവിടെ എൻ്റെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരി സരിലക നിർബന്ധിച്ച് അവളെന്നെ ഇറങ്ങുന്ന വരെ വിളിയായിരുന്നു. വന്ന് എല്ലാവരെയും കാണണം, നീ വരണോ. എനിക്ക് വരാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. ഇന്നെനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. എന്നിട്ട് അതുപോലും മാറ്റി വെച്ചിട്ടാണ് നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടി ഞാനിന്ന് വന്നത്.
പിന്നെ എന്നെ കെട്ടിച്ചത് റാന്നിയിലാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ചെറുവള്ളിയാണ്. ചെറുവള്ളി അമ്പലത്തിൻ്റെ അടുത്താണ്. എനിക്ക് 2 മക്കൾ, ഒരു മോളും ഒരു മോനും. മോളും ഫാമിലിയും അവർ UK താമസിക്കുന്നു. മോന് കഴിഞ്ഞ ജൂലൈ ആയിരുന്നു കല്യാണം. മോന് ദുബായിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു. മരുമോള് ദുബായ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ അംഗൻവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. പിന്നെ പറയുന്നല്ലോ, ഇപ്പോൾ വിളിച്ച് ഗീതെന്ന് കേട്ടല്ലോ എല്ലാവരും. പിന്നെ എൻ്റെ വീട് ഇവിടെ കിളിരൂര് പുത്തൻമടശ്ശേരിൽ. കല്യാണം കഴിച്ചത് കുമ്മനം. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് പാറമ്പുഴ. എനിക്ക് 2 പെൺമക്കൾ, 2 പേരും എഞ്ചിനീയറാണ്. മൂത്ത മോനും എഞ്ചിനീയർ, മോളുടെ ഹസ്ബൻഡ്. രണ്ടാമത്തെ മോളുടെ ഹസ്ബൻഡ് മനോരമയിൽ വർക്ക് ചെയ്യുന്നു. എനിക്കിപ്പോൾ 2 കൊച്ചുമക്കളുണ്ടായിട്ടുണ്ട്. ട്വിൻസാണ്. 5 മാസമേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് സമയം ഉണ്ടാക്കി രാജലക്ഷ്മി കൂടെ നിർബന്ധമായിട്ട് വരണം, തിരുവാതിര കളിക്കണം എന്നും പറഞ്ഞ് ഇവിടെ വന്ന് എന്നെ പഠിപ്പിച്ചു. വളരെ സന്തോഷം. എല്ലാവരെയും കാണാൻ സാധിച്ചു. ഞങ്ങളെപ്പോഴും കണ്ടുകൊണ്ടായിരിക്കുന്ന അമ്പലത്തിലും ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അയൽവാസികളാണെന്ന് അറിഞ്ഞത്. അങ്ങനെ ഒരു ബന്ധം കിട്ടിയിരുന്നു. ഇങ്ങനെ എല്ലാം സന്തോഷമായിട്ട് പോകുന്ന. ഹസ്ബൻഡ് MRFിലായിരുന്നു, റിട്ടയർഡായി. ഞാൻ ഹൗസ് വൈഫായിട്ട് ഇങ്ങനെ. നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സെക്ഷന് ഒരു 3/4 മണിക്കൂറാണ് വെച്ചിരുന്നത്. അപ്പോൾ അതിൽ എല്ലാവരും വന്നെത്താത്തത് അല്ലെങ്കിൽ കുറച്ച് പേരോടുണ്ടെന്ന് തോന്നുന്നതുകൊണ്ടാണ് വിചാരിച്ചത് നേരത്തെ ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് കലാപരിപാടികളിലേക്കാണ് അടുത്തത് കിടക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനെ ഓൺലൈനിൽ കൂടെ ഏറെ സന്തോഷ സാഗരത്തിൽ അല്ലെങ്കിൽ സംഗീത വിരുന്നുകളിലൂടെ ആറാഴ്ച നമ്മുടെ സുഹൃത്തുക്കളുടെ ആ ഒരു പാട്ടരങ്ങ് എന്ന പരിപാടിയാണ് ഇനി വരുന്ന 1 മണിക്കൂർ. പാട്ട് അരങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യ ഗാനത്തിനായി നമ്മുടെ ദിലീപിനെ സ്വാഗതം ചെയ്യും. ഒരു മുമ്പിൽ പണ്ണുകൊണ്ടു വീട് വയ്ക്കാം, ഒരു തുമ്പപ്പൂവ് കൊണ്ടു വീരുന്നൊരുക്കാം, ഒരു രാജ ഒരു റാണി, ഒരു രാജ ഒരു റാണി ആയി വാഴാം. അവരുടെ സ്വയം പന്തലൊരുക്കാൻ കലയും ചമലയും കൂറീണം വരദാന പൂക്കളമിരുന്നു. സ്വതന്ത്രങ്ങളെ ഉണരൂ വീണ്ടും പാടണം
പരിസരത്തിൻ്റെ ഇടയ്ക്ക് ഒരു അപസ്മൃതി കേൾക്കുമ്പോൾ ഉള്ള അലോസരം മറന്നുകൊണ്ട് ഞാൻ ഈ പാടുന്നൊരു കവിത ശ്രദ്ധിക്കണേ. സമകാലിക പ്രസക്തിയുള്ള ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയാണ് ഞാൻ ആലപിക്കാൻ പോകുന്നത്. എല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. എന്നതറിയില്ലെന്റെ ഹൃദയം സായന്തനത്തിൽ ഞാൻ വെറുതെ അറിയുന്നു എത്രയോ പേർ എൻ്റെ ജീവിത സഫലമഞ്ഞത്രയ്ക്കു സഫലമഞ്ഞത്രയ്ക്കു പൂർണ്ണതയേറിയ സകലർക്കും ീണവും താളവും കാണുവാൻ മണിതുരുങ്ങി എന്നുമെന്നോട് ഭാവനരോ മാറ്റമായിരിക്കും. പൊൻവയലല്ല എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണത്തിമിരമില്ല. ഉള്ളിലഗ്നികോണിൽ കാറ്റുരഞ്ഞു തീ ചീറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. ആഴിഞ്ചെതുമ്പിച്ച വാതിലുകളടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാക്കിയുലയുന്ന ചിതകെട്ടി
ഫാക്ടറി പോലുള്ള കാര്യങ്ങൾ, മനുഷ്യക്ഷേമകരമായ കാര്യങ്ങൾ അവരുടെ ഇതിന് വേണ്ടിയുള്ളതൊക്കെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചെയ്യണമെന്ന് ഒരു സജഷൻ മാത്രമേ പറയാനുള്ളൂ. ബാക്കിയുള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ട്. ഒരു മാസത്തിൽ 100 രൂപ നിസ്സാരമായ തുകയുമാണ്. അതിപ്പം ആരെയും നേരിട്ട് കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ ഗൂഗിൾ പേ സർവീസ് ഉണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് പോളിൻ്റെയോ അല്ല മറ്റൊരു ഗ്രൂപ്പിൽ നിർദ്ദേശിക്കുന്ന അക്കൗണ്ട് വഴി ബന്ധപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫണ്ടായി, തനതായ ഫണ്ടായി, എമർജൻസി ആയിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് സാഹചര്യ സന്ദർഭം നോക്കിയുള്ളൂ. എന്തെങ്കിലും വന്നാൽ ഉടനെ പൈസ എടുത്ത് കൊടുക്കും നല്ല ഉദ്ദേശിക്കും. അവരുടെ അന്നത്തെ സന്ദർഭവും സിറ്റുവേഷനും അനുസരിച്ചിട്ട് അർഹപ്പെട്ടോ എന്ന് നമ്മൾ തീരുമാനമെടുത്തതിന് ശേഷം നമ്മൾ ഓൺലൈനായും തീരുമാനം എടുക്കാമല്ലോ. എല്ലാവരും ഒന്നിച്ച് കൂടണമെന്നില്ല അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അത് കഴിച്ച് പാസ്സാക്കി കൊടുക്കണം. അത് തീരുമാനം എടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഞാൻ എൻ്റെ വ്യക്തിപരമായ നിർദ്ദേശം അറിയിച്ചിട്ടുള്ളൂ. നമസ്കാരം. ഈ യൂണിയൻ ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അതിനെ ഒരുങ്ങിയപ്പോൾ നമ്മൾ ബേസിക്കായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ ഒരു സഹോദരി നമ്മെപ്പോലെ നടക്കാതെ ബാക്കിയുള്ള ഒരു കാര്യങ്ങൾക്കും വയ്യാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ കൂട്ടായ്മ കൊണ്ട് ആ ഒരു സഹോദരിക്ക് നമുക്കാവുന്ന ഒരു സഹായം ചെയ്യണം. നമ്മുടെ സുജാത വന്നിട്ടുണ്ട്. സുജാതയ്ക്ക് നമ്മൾ ഒരു സഹായം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പെട്ടെന്ന് കൂടിയത്. നമ്മൾ ആ ഒരു ചടങ്ങിലേക്ക് അടുത്ത് കടക്കുകയാണ്. നമ്മുടെ സഹോദരിക്ക് നമ്മൾ ഒരു ചെറിയ എമൗണ്ട് എഴുതുന്നില്ല, നമ്മൾ സംഘടിപ്പിച്ച അതിൽ നിന്ന് മിച്ചം വെച്ചൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ കൈമാറാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. അപ്പോൾ എല്ലാവരെയും കൈമാറാം. നന്ദിയുടെ 2 വാക്കുകൾ. ബഹുമാനപ്പെട്ട നമ്മുടെ HM ശ്രീജ നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവിടെ കടന്നു വന്നപ്പോൾ വളരെ സന്തോഷത്തോടെ ഞാനും ജീവനുമാണ് അവിടെ ആദ്യം വന്നത്. അപ്പോൾ ഞങ്ങളെ സ്വീകരിച്ച് പുള്ളിക്കാലത്ത് തന്നെ നമുക്കൊരു ആശംസയൊക്കെ അർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കഥ വരും. പിന്നെ നമ്മുടെ അന്തരിച്ചു പോയതും നമ്മളിപ്പോൾ നിലവിൽ ജീവിച്ചിരിക്കുന്നതുമായ നമ്മുടെ അധ്യാപകർ, പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പിന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അപ്പോൾ ഈ നമുക്ക് ഓരോ സ്റ്റെപ്പ് കഴിയുന്നതോറും നമ്മൾ പഠിച്ച പാഠങ്ങളും ഈ മുന്നിലുള്ള പ്രതിസന്ധികളൊക്കെ മനസ്സിലാക്കി നമുക്ക് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാം. കൃഷ്ണകുമാറിനെ പോലെയുള്ള ഒത്തിരി ആളുകൾ നല്ല കാര്യങ്ങൾ പറയാൻ നമ്മളൊപ്പം ഉണ്ട്. നമ്മുടെ നായകനാവുമുണ്ട്, നമ്മുടെ അഡ്മിൻസ് 2 പേരും, സിബി, എല്ലാവരും നല്ല കാര്യത്തിൽ സഹകരിക്കാറുണ്ട്. പിന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഈ നമ്മുടെ ജൂലൈയിലാണ് ഇതിനെക്കുറിച്ച് ആലോചിച്ചത്. അന്ന് മുതൽ നമ്മളോടൊപ്പം തോളോട് ചേർന്ന് അവരുണ്ട്. അപ്പോൾ ഇനിയും ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇതൊരു തുടക്കം മാത്രമാണ്. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, വെങ്ക, വിന്ധ്യ, ഹിമാലയ